എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ മാത്സ് പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? സംഖ്യ ഏത്? 23നോട് 5 കൂട്ടിയ സംഖ്യ ഏതായിരിക്കും? 23 പ്ലസ് 5. 23ഉം 5ഉം കൂട്ടിയാൽ എത്ര വരിക? 28. അടുത്തത് 30ൽ നിന്നും 2 കുറച്ച സംഖ്യ. 30ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 30ൽ നിന്ന് 2 കുറച്ചാൽ 28. അടുത്തത് 28 ഒന്നുകൾ ചേർന്ന സംഖ്യ ഏതാണ്? 28 തന്നെ അല്ലേ? അടുത്തത് ഒരു 10ഉം 18 ഒന്നുകളും ചേർന്ന സംഖ്യ. ഒരു 10 എന്ന് പറയുമ്പോൾ 10 അല്ലേ? പ്ലസ് 18 എത്രയാ വരിക? 28. അടുത്തത് 2 10കളും 8 ഒന്നുകളും ചേർന്ന സംഖ്യ. 2 10 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 20 അധികം 8 സമം 28. What is the number? The number got by adding 5 to 23. 5 plus 23. എത്രയാ വരിക? 23 plus 5 equal to 28. The number got by subtracting 2 from 30. 30ൽ നിന്നും 2 subtract ചെയ്താൽ ഏത് നമ്പറാ കിട്ടുക? 28. Okay. അടുത്തത് number with 28 ones. 28 ones means 28. അടുത്തതോ? The number with 110 and 18 ones. 110 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 plus 18. 18 ones എന്ന് പറഞ്ഞാൽ 18 തന്നെ. 10 plus 18 equal to 28. അടുത്തതോ? The number with 2 tens and 8 ones. 2 tens എന്ന് പറഞ്ഞാൽ 20 plus 8 equal to 28. അപ്പൊ എല്ലാ നമ്പേഴ്സും എത്രയാണ് കിട്ടിയത്? 28. ഇതുപോലെ 16 എന്ന് ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ എഴുതൂ. 16 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 10ൽ കൂടെ 6 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ അല്ലേ? പിന്നെ നിന്നും 4 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എന്ന് എഴുതാം. ഒരു 10ഉം 6 ഒന്നുകളും കൂടിയാൽ കിട്ടുന്ന സംഖ്യ എത്രയെന്ന് എഴുതാം. അല്ലെങ്കിലോ 16 ഒന്നുകൾ ചേർന്ന് കിട്ടുന്ന സംഖ്യ ഏതാണ് അപ്പൊ വരിക? 16. ഓക്കെ, അപ്പൊ എല്ലാതും അത് എഴുതി നോക്കുക കേട്ടോ. The number get by adding 10 and 6. 10ഉം 6ഉം ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ 16. യെസ്. അടുത്തത് the number get by subtracting 20 and 4. 20ഉം 4ഉം കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പർ കിട്ടും? 16. The number with 16 ones. 16 ones ഉള്ള നമ്പർ ഏതാണ്? 16 ones means 16. The number with 1 tens and 6 ones. 1 tens means 10 അല്ലേ? 10 plus 6 എത്രയാണ്? 16. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഏത് നമ്പർ തന്നാലും നിങ്ങൾക്ക് ചെയ്തൂടെ? ഓക്കെ. അടുത്തത് വോളിബോൾ കളി. പുഞ്ചിരി ക്ലബിന്റെ 25ാം വാർഷികാഘോഷം 2ാം ദിവസമാണിന്ന്. അഭിനന്ദും നന്ദനയും ഉണ്ണിയോടൊപ്പം അവിടെ എത്തി. അവർ ഉച്ചഭാഷിണിയിലൂടെ കേട്ടു. ആദ്യ സെറ്റിൽ ഒരുമ ക്ലബ്ബ് നേടിയതിനേക്കാൾ 5 പോയിന്റ് കൂടുതൽ നേടി പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സെറ്റിലോ പുഞ്ചിരി ക്ലബ്ബ് നേടിയ 22 പോയിന്റിനേക്കാൾ 3 പോയിന്റ് കൂടുതൽ നേടി ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ ഒരുമ ക്ലബിന്റെക്കാൾ പോയിന്റ് എത്ര കിട്ടിയത്? 5 പോയിന്റ് കൂട്ടിയിട്ട് പുഞ്ചിരി ക്ലബിൽ. പുഞ്ചിരി ക്ലബിന്റെ പോയിന്റ് എത്രയാണ്? 25 അല്ലെ? രണ്ടാമതോ പുഞ്ചിരി ക്ലബ്ബ് നേടിയതിനേക്കാൾ 3 പോയിന്റ് കൂട്ടി ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. അപ്പൊ എത്രയാണ്? 25. മൂന്നാമത്തെ 21ഉം 25ഉം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 സെറ്റുകളിൽ 2 എണ്ണത്തിൽ ജയിച്ചാൽ കപ്പ് നേടാം. അപ്പൊ ആരാണ് ജയിച്ചിട്ടുള്ളത്? പുഞ്ചിരി ക്ലബ്ബ് അല്ലെ? മൂന്നാമത്തെ സെറ്റിലെ വിജയിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് മൈക്കിലൂടെ പറയാൻ പറ്റുക? മൂന്നാമത്തെ കളിയിൽ
ഒരുമ ക്ലബ്ബ് നേടിയതിനേക്കാൾ 4 പോയിന്റ് കൂട്ടി ആര് വിജയിച്ചിരിക്കുന്നു? പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഏത് ക്ലബ്ബാണ് മത്സരത്തിലെ വിജയി? പുഞ്ചിരി ക്ലബ്ബാണ് മത്സരത്തിലെ വിജയി. വോളിബോൾ മാച്ച്. Second day at Smiley Club. Abhinand, Nandana and Unni are there. They heard the loudspeakers say. ലൗഡ്സ്പീക്കറിൽ വിളിച്ചു പറയുന്നത് കേട്ടു. Smiley Club has won the first set by 5 points. അടുത്തത്. Unity Club has won the second set, scoring 3 points more than Smiley 22. Okay, 22-നെക്കാട്ടിൽ 3 points കൂടി. Here is the scoreboard. Find the missing scores. അപ്പൊ നേരത്തെ നമ്മൾ ആ ഒരു മൈക്കിൽ വിളിച്ച് പറഞ്ഞത് നമ്മൾ ഒരു സ്കോർ ബോർഡ് ആക്കി എടുത്തിട്ടുണ്ട്. സെറ്റ് 1ല് യൂണിറ്റി ക്ലബിന് എത്രയാണ്? 20. സ്മൈലി ബോർഡിനോ? 20 + 5 25. അടുത്തത് സെറ്റ് 2ല് സ്മൈലി ക്ലബിന് 22ഉം യൂണിറ്റി ക്ലബിന് 3 more than 22. എത്രയാണ് 3 more than 22 പറയുമ്പോൾ 25. തേർഡ് സെറ്റിലോ 21ഉം 25ഉം. അപ്പോൾ ഇതിൽ ആരാണ് ജയിച്ചത്? Winning 2 of the 3 sets will get the cup. 3ല് 2 എണ്ണത്തിലെങ്കിലും വിജയിച്ചാൽ അവർക്ക് കപ്പ് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? 25 അല്ലെ, സ്മൈലിക്ക് 2 25 കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്മൈലി ക്ലബ് ഈസ് ദ വിന്നർ. അപ്പൊ എങ്ങനെ നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ വിളിച്ചു പറയാൻ പറ്റുക? തേർഡ് സെറ്റിന്റെ എങ്ങനെ വിളിച്ചു പറയാൻ പറ്റും? in the third set Smiley Club has won. എങ്ങനെയാണ്? സ്മൈലി ക്ലബിനേക്കാൾ അല്ലെ 4 points more than യൂണിറ്റി ക്ലബ്. ഓക്കെ, 4 points more than യൂണിറ്റി ക്ലബ്. ഓക്കെ, 21 + 4 ആണല്ലോ 25. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നിങ്ങൾ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന പോലെ അനൗൺസ് ചെയ്യാട്ടോ. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് സംഖ്യ എത്ര എന്ന് പറഞ്ഞൊരു പ്രവർത്തനമാണ്. 10കൾ ഞങ്ങൾ 4 ഒന്നുകൾ ഞങ്ങൾ 3 10കൾ ഒന്നുകൾ ചേർന്നെന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ? 10കൾ ഞങ്ങൾ 4 10കൾ ഞങ്ങൾ 4 എന്ന് പറഞ്ഞാൽ 40 അല്ലെ, 40. ഒന്നുകൾ ഞങ്ങൾ 3 +3, 40 + 3 എത്ര വരിക? 43. അടുത്തതോ 10കൾ ഞങ്ങൾ ഒന്നുകളായും ഒന്നുകൾ ഞങ്ങൾ 10കളായും സ്ഥാനം മാറി നിന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു വെക്കുക. അപ്പൊ 34. ഓക്കെ, what is the number? Tens we are 4, ones we are 3. When we join tens and ones, can you tell the number made? Tens we are 4. 4 tens means 40 അല്ലേ, 40. Ones we are 3 എന്ന് പറഞ്ഞാൽ +3 എത്ര വരും? 40 + 3. യെസ്, എത്രയാണ്? 43 അല്ലേ, 43. Tens we go to ones, ones we go to tens. Changing place like this, tell the number made. ടെൻസ് വൺസ് ആക്കാം. വൺസ് ടെൻസ് ആക്കി കഴിഞ്ഞാൽ എത്ര വരും? 34. ഓക്കെ, 34 is the number. അടുത്ത നോക്കൂ, ഇവിടെ ഒരു കുറച്ച് മുത്തുക്കുടകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ചെറിയ മുത്തുക്കുടകൾ ആകെ എത്ര എണ്ണമുണ്ട്? എണ്ണി നോക്കിയാലോ നമുക്ക്. ആകെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. ഓക്കെ, അപ്പൊ 27 ചെറിയ മുത്തുക്കുടകളാണുള്ളത്. എത്ര എണ്ണം ഉണ്ട്? 27. ഓക്കെ, 27. അടുത്തത് ഗ്രീൻ അംബ്രല്ലാസ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയാലോ.
1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? പച്ച മുത്തുകുടകൾ എത്ര എണ്ണം ഉണ്ട്? 12. ഓക്കെ, 12 ഗ്രീൻ അംബ്രലാസ്. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 15 അല്ലേ? 27ൽ നിന്നും 12 കുറച്ചാൽ എത്ര വരിക? 15. ഓക്കെ, അപ്പൊ അവിടെ എഴുതാം കേട്ടോ. 15 എന്നുള്ളത് 15, 15 എന്ന് എഴുതുക. റെഡ് അംബ്രലാസ്. അപ്പോ ഏത് നിറമുള്ള മുത്തുകൂടകളാണ് കൂടുതലുള്ളത്? യെസ്, ചുവപ്പ് നിറമുള്ള മുത്തുകുടകളാണ് കൂടുതലുള്ളത് അല്ലെ? റെഡ് അംബ്രലാസ് ആർ മോർ. ഹൗ മച്ച് മോർ? എത്രയാണ് കൂടുതൽ? 3 അല്ലെ? 3 എണ്ണമാണ് പച്ചനേക്കാൾ കൂടുതൽ. ഓക്കെ, പച്ചനേക്കാൾ 3 എണ്ണം റെഡ് കൂടുതലുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത് എഴുതാട്ടോ അവിടെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.